ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ. വൃദ്ധനായ വ്യക്തിയെ ഒരു സംഘം ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഡസൻ കണക്കിന് മുഖംമൂടി ധരിച്ച പുരുഷന്മാർ നിലത്തിട്ട് ഒരാളെ അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം. വെസ്റ്റ് ബാങ്കിലാണ് സംഭവം. 67 വയസ്സുള്ള ബാസിം സാലിഹ് യാസിൻ എന്ന പലസ്തീൻ പൗരനെയാണ് ഇസ്രയേലി കുടിയേറ്റക്കാർ മർദ്ദിക്കുന്നത് എന്നാണ് വിവരം. മുഖംമൂടി ധരിച്ച ഒരു കൂട്ടം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ യാസിൻ താഴെ വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരാൾ അയാളെ ചവിട്ടുന്നതും കാണാം. മറ്റൊരാൾ 2 തവണ അടിക്കുന്നു. വീണ്ടും അടിയേറ്റപ്പോൾ യാസിൻ മുട്ടുകുത്തി നിൽക്കുകയും തുടർന്ന് കൈകൾ നിലത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ജർമ്മൻ പലസ്തീൻ ഉടമസ്ഥതയിലുള്ള നഴ്സറിയിലെ തൊഴിലാളികൾ ഇസ്രയേലി കുടിയേറ്റക്കാർ വരുന്നത് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ യാസിൻ ബധിരനാണെന്നും മുന്നറിയിപ്പുകൾ കേൾക്കാൻ കഴിയുന്നില്ലെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. യാസിന് മുഖത്തും നെഞ്ചിലും പുറകിലും പരിക്കേറ്റു. കൈയുടെ എല്ലുകൾ ഒടിഞ്ഞ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലെ ശക്തമായ കൊടുങ്കാറ്റിൽ ആയിരക്കണക്കിന് കൂടാരങ്ങൾ തകർന്നുവെന്ന് ഗാസ സിവിൽ ഡിഫൻസ്. ശനിയാഴ്ച ശക്തമായ കാറ്റിലും കനത്ത മഴയിലും പലസ്തീനികൾ താമസിച്ചിരുന്ന താൽക്കാലിക ഷെൽട്ടറുകൾക്ക് വ്യാപകമായ നാശം സംഭവിച്ചതായി ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ പറഞ്ഞു. ഗാസയുടെ തീരപ്രദേശത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിൽ ടെന്റുകൾ തകരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇതിനോടകം തന്നെ ദുരിതപൂർണമായ സാഹചര്യങ്ങൾ വീണ്ടും മോശമാകുകയാണെന്നും ഇത് മാനുഷിക ദുരന്തത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നതാണെന്നും ഗാസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. മേഖലയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും പുനർനിർമ്മാണ സഹായങ്ങളും ഇസ്രയേൽ തുടർച്ചയായി തടയുന്നതും ഇതിന് കാരണമാകുന്നുണ്ടെന്നും ഗാസ സിവിൽ ഡിഫൻസ് പറഞ്ഞു. ഇത് വെറും ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി അല്ലെന്നും നിർമ്മാണ സാമഗ്രികളുടെ പ്രവേശനം തടയുകയും പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ നേർചിത്രമാണെന്നും മഹ്മൂദ് ബസൽ വ്യക്തമാക്കി. ഇത് വെറുമൊരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയല്ല, നിർമ്മാണ സാമഗ്രികളുടെ പ്രവേശനം തടയുകയും പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ നേർചിത്രമാണ്. കീറിപ്പോയ കൂടാരങ്ങളിലും സുരക്ഷിതമല്ലാത്തതും തകർന്നതുമായ വീടുകളിലും സംരക്ഷണമില്ലാതെ ആളുകൾ ജീവിക്കാൻ നിർബന്ധിതരാകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള ഉപരോധവും മാറിവരുന്ന കാലാവസ്ഥാ സംവിധാനവും മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ സാഹചര്യങ്ങൾ അടിസ്ഥാന മാനുഷിക മാനദണ്ഡങ്ങൾക്ക് വളരെ താഴെയാണെന്നും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയുടെ സംരക്ഷണത്തിന് പാകിസ്ഥാന്റെ സഹായം വേണ്ടെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സ്ഥിരത സേനയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന് സേവനം നൽകാനുള്ള നിർദ്ദേശം ഇസ്രയേൽ പ്രതിനിധി നിരസിച്ചു. ഗാസയിലെ ഏതെങ്കിലും സേനയിൽ പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നതിൽ ജൂതരാഷ്ട്രത്തിന് താൽപര്യമില്ല എന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ റൂവൻ അസർ പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ഗാസ മുനമ്പിനെ സൈനികവൽക്കരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഇസ്രയേലുമായും ഈജിപ്തുമായും പുതുതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയ്ക്ക് UN സുരക്ഷാ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. ഹമാസും ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗാസയിലെ ഏതെങ്കിലും സേനയിൽ പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നതിൽ താൽപര്യമില്ലെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ റൂവൻ അസർ വ്യക്തമാക്കിയത്. ഹമാസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാതെ ഗാസയ്ക്ക് ഭാവിയിൽ സുരക്ഷിതത്വം ഉണ്ടാകില്ലെന്നും അംബാസഡർ വ്യക്തമാക്കി. NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂവൻ അസർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനായി ഹമാസിനെ തകർക്കണമെന്നും അസർ പറഞ്ഞു. ഹമാസിനെതിരെ പോരാടാൻ താല്പര്യമില്ലാത്തതിനാൽ പല രാജ്യങ്ങളും സൈന്യത്തെ അയക്കാൻ തയ്യാറല്ലെന്ന് ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഒരു സ്ഥിരത സേന എന്ന ആശയം അർത്ഥശൂന്യമാണ്. ഹമാസിന്റെ സൈനിക രാഷ്ട്രീയ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്നതിനാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നത്. എന്നിരുന്നാലും ഗാസയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏതെങ്കിലും പങ്കിനെ ഇസ്രയേൽ അംഗീകരിക്കുന്നില്ല. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ വിശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നതിലും ബന്ദികളെ വീണ്ടെടുക്കലിലുമാണ് ഇസ്രയേൽ മുൻഗണന നൽകുന്നതെന്നും അംബാസഡർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.